പരമ്പൊരുളായ ശ്രീ മഹാഗണപതി ജ്ഞാനത്തിൻ്റെയും സർവവിഘ്ന നിവാരണത്തിൻ്റെയും അധിപനാണ്. പരമശിവൻ്റെയും പാർവതീദേവിയുടെയും മകനായി അവതരിച്ച ഭഗവൽ രൂപം ഗജവദനത്തോടു കൂടിയ മനുഷ്യരൂപമായാണ് സങ്കൽപ്പിച്ച് ആരാധിച്ചു പോരുന്നത്. കൈലാസനാഥൻ പരമശിവൻ്റെ പരിചാരകരായ ഗണദേവതകളുടെ അധിപനും സേനാധിപതിയുമായതിനാൽ ഭഗവാന് ഗണപതി എന്ന പേര് ലഭിച്ചു. പൊതുവെ ഗണപതി ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണെങ്കിലും ഗണപതി ഉപദേവനായി ഇല്ലാത്ത ക്ഷേത്രങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നത് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റാണ് ക്ഷേത്രഭരണം കൈയാളുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം AD 1744 മുതൽ 1760 വരെ വേണാടിൻ്റെ തലസ്ഥാനമായ പത്മനാഭപുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കേരളീയ വാസ്തുവിദ്യയുടെ ഗംഭീര പ്രതീകമായ പത്മനാഭപുരം കൊട്ടാരത്തിന് ചുറ്റും ഒരു ചതുര ആകൃതിയിലുള്ള കരിങ്കൽ കോട്ട കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. പുത്തനാർ എന്നറിയപ്പെടുന്ന ചെറിയ ഒരു അരുവി ഈ കോട്ടയുടെ സമീപത്തായി ഒഴുകിയിരുന്നു. 1755 AD കൊട്ടാരം കാവൽക്കാരനായ നായർ പടയാളികളിൽ ഒരുവൻ അയാൾ പതിവായി കുളിക്കുവാറുള്ള പുത്തനാർ അരുവിയുടെ അടിത്തട്ടിൽ നിന്നും പഴവങ്ങാടി ക്ഷേത്രത്തിലെ ഇന്ന് കാണുന്ന മഹാഗണപതിയുടെ പ്രതിഷ്ഠാ വിഗ്രഹം കണ്ടുകിട്ടിയെന്നാണ് വിശ്വാസം. വേണാട് രാജ്യത്തിൻ്റെ ചരിത്രവുമായി ക്ഷേത്രത്തിന് വളരെയടുത്ത ബന്ധമാണുള്ളത്. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലത്ത് നിന്ന് തിരുവിതാംകോടിലേക്ക് മാറ്റി. ഈ പ്രദേശം കുളച്ചിൽ റോഡിലെ അഴകിയ മണ്ഡപത്തിന് 4 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. 1740 വരെ തിരുവിതാംകൂർ ഭരണാധികാരികൾ കൽക്കുളത്ത് ദർപ്പക്കുളങ്ങര കൊട്ടാരം പണിയുന്നതുവരെ തിരുവിതാംകൂറിൽ തുടർന്നു. 1740 മാർത്താണ്ഡവർമ്മയാണ് കൽക്കുളം കൊട്ടാരം പുനർനിർമ്മിച്ചത്. അദ്ദേഹം ഇതിന് പത്മനാഭപുരം കൊട്ടാരമെന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ പത്മനാഭപുരം വേണാട് രാജാക്കന്മാരുടെ ആസ്ഥാനമായി മാറി. കേന്ദ്രീകൃത സൈനിക വാഴ്ച സ്ഥാപിച്ചതിൻ്റെ ഫലമായി മാർത്താണ്ഡവർമ്മ തൻ്റെ സായുധ സേനയെ ശക്തിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി നായർ ബറ്റാലിയനുകൾ രൂപീകരിച്ചു. 1757 തിരുവിതാംകൂർ സൈന്യത്തിൽ 30,000 ഭടന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. AD 1760 തലസ്ഥാനം മാറ്റിയപ്പോൾ ഭടന്മാർ അവരുടെ ആരാധ്യ വിഗ്രഹവും തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ അരയാൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വച്ചാണ് ആരാധിച്ചിരുന്നത്. പിന്നീട് കോട്ടയുടെ വടക്ക് കിഴക്കായി ചെറിയ സ്ഥലത്ത് ചെറിയ ദേവാലയം പണിയുകയും പത്മനാഭപുരത്ത് നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം ചെറിയ പീഠത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. 60 സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള ഗ്രാനൈറ്റ് കല്ലാണ് പീഠം എന്നറിയപ്പെടുന്നത്. ഐതിഹ്യപ്രകാരം 17-ാം നൂറ്റാണ്ടിന് മുൻപ് മഹാനായ ഒരു യോഗി ഈ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നുവെന്നും അദ്ദേഹം സന്ദർശിച്ച പുണ്യസ്ഥലത്തെല്ലാം പ്രത്യേകിച്ചും ഇന്ത്യയിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഈ വിഗ്രഹത്തെ കൊണ്ടുപോയി പൂജിച്ചിരുന്നതായും പറയപ്പെടുന്നു. അക്കാലത്ത് പ്രസിദ്ധമായിരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ശാന്തമായി ഒഴുകിയിരുന്ന പുത്തനാറിൽ പിന്നീട് ഈ വിഗ്രഹം നിക്ഷേപിച്ചതായും പറയപ്പെടുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ മദ്രാസ് റെജിമെൻ്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി. 2017 സഹസ്രകലശ പൂജയും അഭിഷേകവും നടക്കുന്ന സമയത്ത് പ്രധാന ശ്രീകോവിലിലെ ചില ഘടനാപരമായ വൈകല്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വീണ്ടും പുതുക്കി പണിയുവാൻ തീരുമാനിച്ചു. ഭൂമിയെ ബലപ്പെടുത്തി കരിങ്കൽ പാളികൾ കൊണ്ട് നിരപ്പ് വരുത്തിയത് ഈ കാലത്താണ്. 8 കോൺക്രീറ്റ് തൂണുകളുടെ ബലത്തിലാണ് ഇന്ന് കാണുന്ന ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഗോപുരത്തിൻ്റെ അലങ്കാര പാർശ്വങ്ങൾ ഗുണനിലവാരമുള്ള തേക്ക് മരം കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇതിന് മുകളിൽ ചെമ്പ് ഷീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. താഴത്തെ ശ്രീമുഖത്തിൻ്റെ തടിയിൽ മഹാഗണപതിയുടെ മനോഹരമായ രൂപം കൊത്തിവച്ചിട്ടുണ്ട്. ഗോപുരത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി ഭക്തർക്ക് നാളികേരം ഉടയ്ക്കുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തി. വളരെ വിശേഷപ്പെട്ട വിഗ്രഹമാണ് പഴവങ്ങാടിയിലേത്. ഇവിടത്തെ പോലെ അപൂർവമായ പ്രതിഷ്ഠ മറ്റൊരിടത്തുമില്ല.
വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ഗണപതിയുള്ളത്. പുറകിലെ വലതു കൈയിൽ മഴുവും പുറകിലെ ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലത് കൈ അഭയമുദ്രാങ്കിതമാണ്. വിഗ്രഹത്തിന് 6 ഇഞ്ച് ഉയരമുണ്ട്. ശ്രീ പ്രപഞ്ച ഗണപതി എന്നറിയപ്പെടുന്ന വിഗ്രഹത്തിന് 4 മുഖങ്ങളാണുള്ളത്. സമഗ്രവും അപൂർവവുമായ ഭഗവത് സങ്കല്പമാണ് ഇവിടത്തേത്. 1000 ദളങ്ങളുള്ള ചുവന്ന താമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് ശ്രീ പാർവതീ ദേവിയും മഹേശ്വരനും ആരാധിക്കുകയും തെക്ക് ഭാഗത്ത് ശ്രീ കാമദേവനും ഭാര്യ ദതീദേവിയും, പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും, വടക്ക് ഭാഗത്ത് വരാഹമൂർത്തിയും ഭൂമിദേവിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. വിഗ്രഹത്തിൻ്റെ തലയ്ക്ക് മുകളിലായി മറ്റൊരു 1000 ദളമുള്ള താമരയുണ്ട്. അത് തുടർച്ചയായി വിഗ്രഹത്തിൻ്റെ ശിരസിൽ അമൃതകണങ്ങൾ വർഷിക്കുന്നു.